ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വ്ലോഗ് വിത്ത് സന്ധ്യ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ്. ഞാനൊരു യമ്മി ആയിട്ടുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ഒരു ബെൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് ഞാനൊരു 18 ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഡേറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കേക്കിലോട്ട് നമ്മൾ ഡേറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വേണം എടുക്കാൻ. കാരണം അപ്പോഴാണ് ആ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർഫുൾ കിട്ടത്തുള്ളൂ. അപ്പോൾ സീഡ്സൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ്സ് ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഡേറ്റ്സ് പൾസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബാച്ച് ബൈ ബാച്ച് വേണം കേട്ടോ പൾസ് ചെയ്തെടുക്കാൻ. ഒരു 5-6 ഡേറ്റ്സ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഡേറ്റ്സ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഈ കേക്കിലോട്ട് നമുക്ക് കുറച്ച് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി അത് മെല്ലെ മെല്ലെ ആ ഒരു കാരമലിൻ്റെ കളറിലോട്ട് മാറി തുടങ്ങും. ഏകദേശം നമ്മളുടെ ഒരു കാരമൽ സിറപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂണും സ്പാച്ചിലൊന്നും ഇട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. അതിന് പകരം ഈ പാൻ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഈ ഒരു കാരമൽ സിറപ്പ് തിളച്ച് വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു കാരമൽ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ്സ് ആണ് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഡേറ്റ്സും കാരമലും കൂടി നല്ലതുപോലെ മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടിയും വെച്ചിട്ട് പിന്നെ തീ ഓഫാക്കിടാം. ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ലതുപോലെ ആ ഡേറ്റ്സ് കാരമൽ സിറപ്പിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഈ കേക്കിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ 250 ml കപ്പിൻ്റെ അളവാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താൽ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഏതൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിലോട്ട് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഡേറ്റ്സിലും പിന്നെ കാരമൽ സിറപ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഷുഗറിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എഗ്ഗ് എടുക്കുമ്പോൾ അത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ഒരു എഗ്ഗാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ആ ഒരു കേക്കിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കേക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 2 എഗ്ഗ് ബീറ്റ് ചെയ്യണൊപ്പം തന്നെ നമുക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു എഗ് മിക്സ്ചർ അതിൻ്റെ ടെക്സ്ചർ മാറി തുടങ്ങുന്നുണ്ട്, നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരിക്കലും കോക്കനട്ട് ഓയിൽ നമ്മൾ കേക്ക് റെസിപ്പീസിലോട്ട് ആഡ് ചെയ്യരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച ആ ഒരു ഡേറ്റ്സിൻ്റെ കാരമൽ കൂട്ടുണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാറ്റില വെച്ച് നല്ലതുപോലെ
ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിസ്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ സ്പാറ്റുല യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ടെക്സ്ചർ പോവത്തില്ല. അത് ശരിക്കും ആ ഒരു കേക്കിനെ ഭയങ്കര സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്നട്ട്സ് ആണ് കേട്ടോ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്. കാരണം ഈ ഒരു കേക്ക് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ആണല്ലോ, അപ്പോൾ നമുക്ക് ക്യാരറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും പിന്നെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് നമുക്കൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്പോൾ ഈ ഒരു കൂട്ട് കേക്കിലോട്ട് ഇടുമ്പോൾ അതെല്ലായിടത്തും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ക്യാരറ്റും നട്ട്സൊക്കെ താഴോട്ട് സിങ്ക് ചെയ്ത് പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈദ പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഈ ഒരു കേക്ക് റെസിപ്പിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ. അത് ഈ ഒരു കൂട്ടിലോട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു സിന്നമൺ പൗഡർ നമ്മളുടെ കേക്കിന് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും തരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ആരും മിസ്സാക്കാണ്ട് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു മൈദ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. ഒരുമിച്ച് ആഡ് ചെയ്യാണ്ട് ഒരു പകുതി ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു കൂട്ട് മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. അത് ചെയ്യുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു മൈദ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ആൻഡ് നട്ട്സിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു കേക്ക് ബാറ്റർ ബേക്കിംഗ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാന് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് ബാറ്ററിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത്. ഒന്നെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ആ ഒരു കേക്കിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബേക്കിംഗ് പാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ, അതായത് ഒരു 10 to 15 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു 160-180 ഇടയിലുള്ള ടെമ്പറേച്ചറിൽ ഒരു 35 to 40 മിനിറ്റ്സ് വെക്കാം. അങ്ങനെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ സിന്നമൺ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ടോപ്പ് ലെയർ വളരെ ഈവൻലി കളേർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിലധികം എന്താ പറയുക ആ ഒരു മുകളിലത്തെ ലെയർ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ കൊടുത്ത മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രിസ്മസിന് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഡേറ്റ്സ് കേക്ക് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നല്ലതുപോലെ ചൂടാറിയിട്ട് വേണം ആ ഒരു കേക്ക് നമ്മൾ സെർവ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അതിൻ്റെ ഒരു കളർ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലോട്ട് വരും. കാരണം നമ്മൾ കാരമൽ സിറപ്പാണല്ലോ ആഡ് ചെയ്തത്. പിന്നെ ആ ഡേറ്റ്സിൻ്റെ ആ കളറും അപ്പോൾ ഈ ഒരു കേക്ക് ഇരിക്കുന്തോറും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇതിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു കേക്കിൻ്റെ ബോർഡിലോട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചറും ആ ഒരു സോഫ്റ്റ്നെസ്സും. ഈ ഒരു കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഓരോ സ്ലൈസ് കടിക്കുമ്പോഴും ആ ഡേറ്റ്സും പിന്നെ ആ ഒരു നട്ട്സും പിന്നെ ആ സിന്നമൺ പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ വളരെ റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ ഒന്ന്
ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് വിത്ത് ലെറ്റ്സ് വ്ലോഗ് വിത്ത് സന്ധ്യ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.